ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സർക്കിളാണ്. ഇത് ആ സർക്കിളിന്റെ ഡയാമീറ്റർ അല്ലേ? ഇത് സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയാമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോഡ് ഇൻ എ സർക്കിൾ. ഒരു സർക്കിളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റാവുന്ന ഏറ്റവും നീളം കൂടിയ കോഡാണ് ഡയാമീറ്റർ. കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ കോഡ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ സർക്കിളിലെ ലോങ്സ്റ്റ് കോഡാണ് ഡയാമീറ്റർ. ഡയാമീറ്റർ സർക്കിളിലെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഡയാമീറ്റർ സർക്കിളിലെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് വരയ്ക്കുമ്പോഴോ, ഇതൊരു കോഡാണ്, ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കോഡ് വരയ്ക്കാം. കോഡ് വരയ്ക്കുമ്പോൾ സർക്കിളിലെ ഒരു വലിയ ഭാഗം ഒരു ചെറിയ ഭാഗമാണ് ഉണ്ടാവുന്നത് അല്ലേ? രണ്ട് അൺഈവൻ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണവും. നോക്കുക, ഇവിടെ ഞാനൊരു കോഡ് വരച്ചു. അപ്പോൾ ഈ കോഡ് സർക്കിളിനെ ഒരു വലിയ ഭാഗം ഒരു ചെറിയ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ മുകളിൽ വരയ്ക്കണം. ഈ കോഡ് ഇവിടെ ശ്രദ്ധിക്കുക. കോഡ് എ ബി എന്ന് എടുക്കാം. എ ബി എന്ന് പറഞ്ഞ കോഡ് വരയ്ക്കുമ്പോൾ ഈ സർക്കിളിലെ ഒരു വലിയ ഭാഗം ഒരു ചെറിയ ഭാഗമായിട്ട് എ ബി എന്ന് പറയുന്ന കോഡ് ഡിവൈഡ് ചെയ്തു. ഇനി ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. ഈ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ്, ഒരു എൻഡ് പോയിന്റ് എ, ഒരു എൻഡ് പോയിന്റ് ബി. ഈ രണ്ട് എൻഡ് പോയിന്റ്സും ഞാൻ സർക്കിളിലെ സെന്ററുമായിട്ട് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അപ്പൊ ഉണ്ടാക്കുന്ന ഈ ആംഗിള് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ്? സർക്കിളിലെ ഒരു കോഡാണ് എ ബി. എ ബിയുടെ രണ്ട് എൻഡ് പോയിന്റ്സ് എ ബി, അത് സർക്കിളിലെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ എക്സ്. സെന്ററിന് ഒ എന്ന് പേര് കൊടുക്കാം വെറുതെ. ഓക്കെ, എ ബി എക്സ്. ഇനി കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ലാർജർ പാർട്ട് ഓഫ് ദ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? x/2 ആണ്. കോഡിന്റെ രണ്ടറ്റം സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ കോഡിന്റെ രണ്ടറ്റം നമ്മള് സർക്കിളിന്റെ ലാർജർ പാർട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് യോജിപ്പിച്ചുണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് x/2 ആയിരിക്കും. ഇനി ഇത് മാത്രമാണോ ലാർജർ പാർട്ടിലുള്ള പോയിന്റ്? അല്ല, ഇതും ലാർജർ പാർട്ടിലുള്ള പോയിന്റ് അല്ലേ? അപ്പൊ കോഡിന്റെ രണ്ടറ്റം സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണ്. അപ്പൊ കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് x/2. ഓക്കെ, ഇനി കോഡിന്റെ രണ്ടറ്റം സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് എക്സ് ആണ്. കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ട് ഓഫ് ദ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? x/2. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ആംഗിൾ നമ്മൾ പറയാറുള്ള നമ്പേഴ്സ് വെച്ചിട്ട് പറയാറുള്ള ആംഗിൾസ് നോക്കുമ്പോൾ ഇത് 120 ആണെങ്കിൽ നോക്കുക, ഈ കോഡിന്റെ രണ്ടറ്റം സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ആണെങ്കിൽ കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് സർക്കിളിലെ ലാർജർ പാർട്ടും സ്മോളർ പാർട്ടും ഡിവൈഡ് ചെയ്യുന്നു. ആ ലാർജർ പാർട്ടാണിത്. കോഡിന്റെ രണ്ടറ്റം സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ആണെങ്കിൽ കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 120/2 60. കോഡിന്റെ രണ്ടറ്റം സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120, കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 120/2 again 60. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇനി കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിള് x/2 ആണെങ്കിൽ സ്മോളർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിള് 180 മൈനസ് x/2, അതായത് 180 മൈനസ് ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലേ x/2? സെൻട്രൽ ആംഗിൾ x ആണ്, സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് x/2. അതായത് കോഡിന്റെ രണ്ടറ്റം സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിന്റെ പകുതിയാണ് കോഡിന്റെ രണ്ടറ്റം ബിഗർ പാർട്ട് ഓഫ് അല്ലെങ്കിൽ ലാർജർ പാർട്ട് ഓഫ് ദ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇനി കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും കോഡിന്റെ രണ്ടറ്റം സ്മോളർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ് കിട്ടുന്നതെങ്കിൽ ആ രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പോ കൺക്ലൂഷൻ, കോഡിന്റെ രണ്ടന്റ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ കോഡിന്റെ രണ്ടന്റ് ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ x/2 ആണ്. സ്മോളർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 മൈനസ് x/2 ആണ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതൊരു കോഡാണ്. ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒരു
140 ആണെന്ന് വിചാരിക്കുക. കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 140 ആണ്. അപ്പൊ ഈ കോഡ് ലാർജർ പാർട്ട്, ഇത് സ്മോളർ പാർട്ട്. ലാർജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 140യുടെ പകുതി. ഇത് 140 ആണെങ്കിൽ ഇത് 140/2. 140/2 എത്രയാണ്? ഇത് 70. ഇനി ഈ കോഡിന്റെ രണ്ടറ്റം ലാർജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ആണെങ്കിൽ സ്മോളർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 180 - 70 110. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇതിലെ അടുത്ത കോൺസെപ്റ്റ് ആണ്. നമ്മളൊരു സർക്കിൾ എടുത്തിട്ടുണ്ട്. സർക്കിളിലെ 2 പോയിന്റ് എടുക്കുക. നമുക്ക് 2 പോയിന്റ്, സർക്കിളിലെ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, സർക്കിളിലെ 2 പോയിന്റ് എടുക്കുമ്പോൾ ഈ സർക്കിളില് 2 ആർക്കുകൾ ഉണ്ടാവും അല്ലേ? ഇത് ഒരു ആർക്ക്, ഇത് രണ്ടാമത്തെ ആർക്ക് അല്ലേ? ഇത് ഒരു ആർക്ക്. സർക്കിളിൽ ഞാൻ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ആർക്ക് കിട്ടും. ഇത് ഒരു ആർക്ക്, ഇത് രണ്ടാമത്തെ ആർക്ക്. ഇനി ഈ ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്കാണ് ഇത്. കോംപ്ലിമെന്ററി ആർക്ക്. കോംപ്ലിമെന്ററി അല്ലെങ്കിൽ നമ്മള് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയാറുണ്ട്. ഓൾട്ടർനേറ്റ് ഓർ കോംപ്ലിമെന്ററി ആർക്ക്. ഈ ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കാണ് ദേ ഈ ആർക്ക്. സിമിലർലി തിരിച്ചു പറയാം, ദേ ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആർക്കാണ് ഈ ആർക്ക്. ഓക്കെ, ഇനി പറയാമെന്ന് ശ്രദ്ധിക്കുക. ഈ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ് ആണ് ഇത്. ഇത് ഒരു എൻഡ് പോയിന്റ്, ഇത് ഒരു എൻഡ് പോയിന്റ്. ഇത് ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ്. ഓക്കെ, അതുപോലെ ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ്. ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ, ഈ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ് സർക്കിളിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ C° C ആണെന്ന് വിചാരിക്കുക. എന്താണ്? ആർക്കിന്റെ 2 അറ്റം സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ C ആണെങ്കിൽ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ അത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ C/2 ആയിരിക്കും. എന്താണ്? ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? C/2, ഇതിന്റെ പകുതി. ഓക്കെ, അതായത് ഇത് ഒരു 120 ആണെങ്കിൽ ഇത് 120/2 എത്രയാണ്? 60 ആയിരിക്കും. ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. നോക്കുക, ഇത് ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള്, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് എത്രയാണ്? ഇത് C ആണെങ്കിൽ ഇത് C/2. ഇത് ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് C. ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു പോയിന്റ് എടുക്കുക, അതിനെ ഞാൻ ആർക്കിന്റെ 2 അറ്റമായിട്ട് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ ഇത് C ആണെങ്കിൽ ഇത് എത്രയാണ്? C/2. സിമിലർലി ഇത് ആർക്ക്, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു പോയിന്റ് ആർക്കിനെ 2 അറ്റമായിട്ട് ജോയിൻ ചെയ്യാം. ഇത് C ആണെങ്കിൽ ഇത് എത്രയാണ്? C/2. ഓക്കെ, ഒരാർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ. ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത് കേട്ടോ. അപ്പൊ ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് C/2 ആണെങ്കിൽ ഇത് C ആണെങ്കിൽ ഇത് C/2, ഇത് C/2, ഇത് C/2, ഇത് C/2. കാരണം ഈ ആംഗിളുകളൊക്കെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളുകളാണ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ളത് ശ്രദ്ധിക്കാം. ഇതൊരു ആർക്ക്, ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിള് C ആണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ് വരിക? C/2 ആണ് വരിക. ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ C ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? C/2 ആണ്. ഇനി ഈ ഓൾട്ടർനേറ്റ് ആർക്കില് ഓക്കെ, ഇനി ഈ ആർക്കിലുള്ള ആംഗിളും ഓക്കെ, ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളാണ് ഇത് കേട്ടോ. ഓക്കെ, ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത്, അതിലുള്ള ആംഗിളാണ് C/2. ഇനി ഈ ആർക്കിലുള്ള ആംഗിളാണ് ഇത് അല്ലെ? ആർക്കിൽ കിടക്കുന്ന ആംഗിളും ഓൾട്ടർനേറ്റ് ആർക്കിൽ കിടക്കുന്ന ആംഗിളും സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ഇത് C/2 ആണെങ്കിൽ ഇത് എത്രയാണ്? 180 - C/2 ആയിരിക്കും. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഒരു ആർക്കിൽ കിടക്കുന്ന ആംഗിളും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ കിടക്കുന്ന ആംഗിളും സപ്ലിമെന്ററി ആയിരിക്കും. അതായത് the pair of angles in an arc and its alternate arc is supplementary. Supplementary എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? 180° വരണം. നോക്കുക, ഈ ആംഗിള് 120 ആണെങ്കിൽ, ഇത് 120 ആണെങ്കിൽ, ഇത് ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ആണെങ്കിൽ
ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120/2 എത്രയാണ് 60. ഇത് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഇത് 60 ആവുമ്പോ ഇത് എത്രയാണ് വരിക 180 മൈനസ് 60 എത്രയാണ് 120. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള്. അതുപോലെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും എന്താണ് സപ്ലിമെന്ററി ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നോക്കുക, ഇത് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളൊക്കെ ഇവിടെ സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ എന്താണ് c/2 ആണ്. ഇത് c/2 ഇതൊക്കെ ഈക്വൽ അല്ലേ? അപ്പോ all angles made by an arc in an alternate arc are equal. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളുകളെല്ലാം സെയിം ആണ്. ഓക്കെ, ഞാനിവിടെ ഒരു സർക്കിൾ കൊണ്ട് വരയ്ക്കാം. നോക്കുക, ഇതൊരു ആർക്കാണ്. ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും എക്സ് ആയിരിക്കും. ഈ ആംഗിൾ എന്തായിരിക്കും എക്സ് ആയിരിക്കും. ഈ ആംഗിളും എക്സ് ആയിരിക്കും. ഈ ആംഗിളും എക്സ് ആയിരിക്കും. കാരണം ഒരാർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. ഇനി ഒരു ആർക്കിലുള്ള ആംഗിളും ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളും സപ്ലിമെന്ററി ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര വരിക 180 മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് 30. ഇതും 30, ഇതും 30, ഇതും 30. എന്തുകൊണ്ടാണ്? ദീസ് ആർ ഓൾ ആംഗിൾസ്. ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾസ് ആണത്. അപ്പോ ദീസ് ആർ ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ദിസ് ആർക്ക് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക്. ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളൊക്കെയും സെയിം ആയിരിക്കും. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ നോക്കുക. O is the center of the circle. സർക്കിളിന്റെ സെന്റർ O ആണ്. ആംഗിൾ ACB ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ ACB ഇത് ഈ ആംഗിൾ ആണ്. ആംഗിൾ ACB അത് എത്രയാണ് 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആംഗിൾ AOB? ആംഗിൾ AOB കണ്ടുപിടിക്കണം. ആംഗിൾ AOB ഇതാണ് ആംഗിൾ AOB. ആംഗിൾ AOB നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ AOB. അതുപോലെ ഈ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കായിട്ടുള്ള ഈ ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ACB. ഓക്കെ, നമ്മൾ പഠിച്ചു ഒരാർക്ക് അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ AOB/2. AOB സെൻട്രൽ ആംഗിളിന്റെ പകുതി ആംഗിൾ AOB/2 ഈക്വൽ ടു ആംഗിൾ ACB. ആംഗിൾ ACB ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, എന്താണ് കാരണം? സിൻസ് ആംഗിൾ മെയ്ഡ് ബൈ an arc on its alternate arc is half of central angle. ഒരു ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ AOB/2. ഇനി ആംഗിൾ AOB ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ACB അല്ലേ? ആംഗിൾ AOB ഈക്വൽ ടു ഈ /2 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആംഗിൾ AOB ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ACB. അതായത് 2 ഇൻറ്റു ആംഗിൾ ACB എത്രയാണ്? ACB 80 ആണ്. 2 ഇൻറ്റു 80, 2 ഇൻറ്റു 80 എത്രയാണ്? 160 ഡിഗ്രി. ഓക്കെ, ഇപ്പം ആംഗിൾ AOB എത്രയാണ്? 160 ഡിഗ്രി. നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒരു ആർക്ക് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ ACB ഈക്വൽ ടു 60 ഡിഗ്രി. ഫിഗർ നോക്കുക, അതിൽ ACB എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ്
ട്രയാങ്കിൾ എ ഒ ബി. ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണിത്. അതുപോലെ ഈ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായിട്ടുള്ള ഈ ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണിത്. നമുക്കറിയാം ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി ബൈ 2. നമുക്കിവിടെ ആംഗിൾ എ സി ബി തന്നിട്ടുണ്ട്, ആംഗിൾ എ ഒ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി ഇൻറ്റു 2. ഓക്കെ, അതായത് ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ് വരുന്നത്? 120. ഇത് 120 ആയിരുന്നെങ്കിൽ ഇത് എത്രയാവും? 60. 120യുടെ പകുതി. ഓക്കെ, ആംഗിൾ എ സി ബി എത്രയാണ്? 60 അല്ലേ? അപ്പോൾ 60 ഇൻറ്റു 2, 60 ഇൻറ്റു 2 എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഒ ബി എത്രയെന്ന് കിട്ടി? 120 എന്ന് കിട്ടി. ഇനി ഈ ആംഗിളും അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഈ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 180 ഡിഗ്രി അല്ലേ വരേണ്ടത്? എന്തുകൊണ്ടാണ്? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പം ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി എ ഈക്വൽ ടു 180 ഡിഗ്രി. ഇതെന്തുകൊണ്ടാണ്? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ 3 ഇന്റേണൽ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. ഇനി നോക്കാം, ഒ എ ബിയും ഒ ബി എയും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വരുന്ന ഈക്വൽ സൈഡ്സ്? ഒ എയും ഒ ബിയും എന്താണ്? ഈക്വൽ ആണ്. എന്തുകൊണ്ട്? ഒ എയും ഒ ബിയും ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ? സർക്കിളിൻ്റെ റേഡിയസ് എവിടെ വരച്ചാലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒ എയും ഒ ബിയും ഈക്വൽ ആയതുകൊണ്ട് ഒ എക്ക് എതിരെ കിടക്കുന്ന ഈ ആംഗിളും ഒ ബിക്ക് എതിരെ കിടക്കുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ആ കാര്യം ഒന്ന് എഴുതാം. ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. എന്തുകൊണ്ടാണ്? റേഡിയസ്. സിമിലർ ഒ എ ബി, ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഓക്കെ, ഈക്വൽ ആയിട്ട് കിടക്കുന്ന സൈഡ്സിന് എതിരെ കിടക്കുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും ഒരു ട്രയാങ്കിളിൽ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി ഒ എ ബിയും ഒ ബി എ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ഒ എ ബി പ്ലസ് ഈ ഒ ബിയുടെ പകരം എനിക്ക് ആംഗിൾ ഒ എ ബി എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടാണ്? ഒ ബി എയും ഒ എ ബിയും ഈക്വൽ ആണ്. ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഒ എ ബി പ്ലസ് ഒ എ ബി എന്താണ്? 2 ആംഗിൾ ഒ എ ബി. ആംഗിൾ എ ഒ ബി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 120 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 120 പ്ലസ് ഒ എ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ 2 ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, 2 ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 180 മൈനസ് പ്ലസ് 120 കൊണ്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 120 ആണ് വരിക. അപ്പോൾ 2 ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 180 മൈനസ് 120 എത്രയാണ്? 60 ഡിഗ്രി. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 60/2. ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ഈക്വൽ ടു 30 ഡിഗ്രി അല്ലേ? ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി എ ആണെന്ന് നമുക്കറിയാം. ഒ എ ബി 30 ആണെങ്കിൽ ഒ ബി എ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ആ ട്രയാങ്കിൾ എ ഒ ബിയുടെ എല്ലാ ആംഗിളും ആയില്ലേ? ട്രയാങ്കിൾ എ ഒ ബിയുടെ ആംഗിൾ എ ഒ ബി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രയാണ്? 120 ഡിഗ്രി. ഒ എ ബിയും ഒ ബിയും ഇപ്പം നമുക്ക് എത്രയെന്ന് കിട്ടി? 30 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ഈ ഇതിലൊരു എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ കാണാം. എ ബി സി ഡി അതിൻ്റെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് 3 ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ ഡി ബി സി തന്നിട്ടുണ്ട്, ബി സി എ തന്നിട്ടുണ്ട്, ബി എ സി തന്നിട്ടുണ്ട്. 3 ആംഗിളുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ സർക്കിൾസിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ട് ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററലിൻ്റെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കണം. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കോഡ് ഒരു സർക്കിളിനെ ലാർജർ പാർട്ടും സ്മോളർ പാർട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ കോഡിൻ്റെ 2 അറ്റം സർക്കിളിൻ്റെ ലാർജർ പാർട്ടിൽ ഏത് പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളുകളും സെയിം ആണ്. സ്മോളർ പാർട്ടിൽ ഏത് പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളുകളും സെയിം ആണ്. അല്ലെങ്കിൽ ആംഗിൾ ഇൻ എ സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പോൾ ഞാൻ AB എന്ന് പറഞ്ഞ കോഡ് എടുക്കുകയാണ്. AB എന്ന് പറഞ്ഞ കോഡ് എടുക്കുമ്പോൾ ഈ AB എന്ന് പറഞ്ഞ കോഡ് ഈ സെഗ്മെന്റിൽ സർക്കിളിൽ ഉണ്ടാക്കുന്ന പോയിന്റുകളാണ്. ഈ ആംഗിൾ സർക്കിളിലാകുന്ന പോയിന്റുകളാണ് ഡിയും സിയും. സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളുകളാണ് ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ സി ബിയും. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇതും 50. ആംഗിൾ ഇൻ എ സെഗ്മെന്റ് ആർ ഈക്വൽ. ഓക്കെ, ഈ കോഡ് എടുക്കുമ്പോൾ ഈ കോഡിൻ്റെ 2 അറ്റം ഈ സെഗ്മെന്റിലെ ഡി എന്ന് പറഞ്ഞ പോയിന്റും സി എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ സി ബിയും. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാണ്? 50. സിമിലർലി ബി സി എന്ന് പറഞ്ഞ കോഡ് എടുക്കുക. നോക്കുക, ബി സി എന്ന് പറഞ്ഞ കോഡ് എടുത്തു. ഇത് ബിഗർ പാർട്ട്, ഇത് സ്മോളർ പാർട്ട്, ഇതൊരു സെഗ്മെന്റ്. അപ്പോൾ ഈ ബി സി എന്ന് പറഞ്ഞ കോഡ് ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളൊക്കെ സെയിം ആയിരിക്കും. ഈ സെഗ്മെന്റിൽ സർക്കിളിൽ വരുന്നൊരു പോയിന്റാണ് പോയിന്റ് എയും പോയിന്റ് ഡിയും. അപ്പോൾ ഈ ബി സിയുടെ 2 അറ്റം എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും ബി സിന്റെ 2 അറ്റം ഡിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. അതായത് ഈ ആംഗിൾ 45 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 45. സിമിലർലി സി ഡി എടുക്കുക. സി ഡിയുടെ 2 അറ്റം ബിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡി ബി സി. സി ഡിയുടെ 2 അറ്റം എയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ സി എ ഡി. അതായത് ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താ കാരണം? ആംഗിൾ ഇൻ എ സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇപ്പം നമുക്ക് എ എന്ന് പറഞ്ഞ ആംഗിളും കിട്ടി, ഡി എന്ന് പറഞ്ഞ ആംഗിളും കിട്ടി. ഓക്കെ, ഇനി ഈ ആംഗിളും കൂടെ കിട്ടിയാലേ നമുക്ക് ഇത് കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇതൊരു ആർക്കാണ് അല്ലേ? ഇതൊരു ആർക്കാണ്, ഇത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് അല്ലേ? ഈ പോയിന്റ് ഓക്കെ, ഇതൊരു ആർക്കാണ്, ഇതതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ്. അപ്പോൾ ഇത് ആർക്കിലുള്ള ആംഗിളാണ്. നോക്കാം, ബി സി ഡി ഒരാർക്കാണ്, ബി എ ഡി ഒരാർക്കാണ്. ആംഗിൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ ആർക്കിലുള്ള ഒരു ആംഗിളാണ്. ബി എ ഡി ഈ ആർക്കിലുള്ള ഒരു ആംഗിളാണ്. ബി എ ഡി ഈ ആർക്കിലുള്ള ഒരു ആംഗിളാണ്. ഈ ആർക്കും ഓൾട്ടർനേറ്റ് ആർക്കുമാണ്. ഓക്കെ, ഒരാർക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കും. നമുക്കറിയാം ഒരു ആർക്കിലുള്ള ആംഗിളും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിളും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, നോക്കുക, ബി സി ഡി എന്ന് പറഞ്ഞ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ബി എ ഡി എന്ന് പറഞ്ഞ ആർക്ക്. അപ്പോൾ ബി സി ഡി എന്ന് പറഞ്ഞ ആർക്കുള്ള ആംഗിളാണ് ഇത്, ആംഗിൾ സി. ബി എ ഡി എന്ന് പറഞ്ഞ ആർക്കിലുള്ള ആംഗിളാണ് ഇത്, ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണ് നമുക്ക് കിട്ടിയത്? 45 + 30 75 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി എ, ആംഗിൾ ബി സി എ പ്ലസ് ആംഗിൾ എ സി ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ബി സി എ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 50. 75 + 50 ഡിഗ്രി പ്ലസ് ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 മൈനസ് 75 + 50 125. അപ്പോൾ 180 മൈനസ് 125 ഡിഗ്രി ഈക്വൽ ടു 55 ഡിഗ്രി. ആംഗിൾ എ സി ബി എത്രയാണ്? 55 ഡിഗ്രി. സിമിലർലി എ ഡി സി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ബി സി എന്ന് പറഞ്ഞ ആർക്ക്. ഒരാർക്കിലെയും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെയും ഉണ്ടാക്കുന്ന ആംഗിളുകൾ സപ്ലിമെൻ്ററി ആണ്. പെയർ ഓഫ് ആംഗിൾസ് ഇൻ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർ സപ്ലിമെൻ്ററി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 50 + 45 എത്രയാണ്? 95
plus angle D. Similarly, CBD, angle CBD plus angle D എന്ന് പറഞ്ഞ angle CBD plus angle ABD, angle ABD equal to ഈ 180 degree. ഓക്കെ, CBD എത്രയാണ് നമുക്കറിയാം, 30 ആണ്. അപ്പം 95 പ്ലസ് 30 ഡിഗ്രി പ്ലസ് ആംഗിൾ ABD ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ABD ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 95 പ്ലസ് 30 125 ഈക്വൽ ടു 180 മൈനസ് 125 55 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ABD എത്രയാണെന്ന് കിട്ടി, 55 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററിലെ ഓരോ ആംഗിളുകൾ നമുക്ക് എഴുതി നോക്കാം. ആംഗിൾ A ഈക്വൽ ടു 45 പ്ലസ് 30 75 ഡിഗ്രി. ഇനി അടുത്തത് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ B നോക്കുക, 55 പ്ലസ് 30 55 പ്ലസ് 30 എത്രയാണ്, 85 ഡിഗ്രി. ഇനി അടുത്ത് നോക്കുക ആംഗിൾ C ഈക്വൽ ടു 50 പ്ലസ് 55 എത്രയാണ്, 105 ഡിഗ്രി. ആംഗിൾ D എത്രയാണ്, 50 പ്ലസ് 45 ആംഗിൾ D ഈക്വൽ ടു 95 ഡിഗ്രി. അപ്പോൾ ഇതാണ് ക്വാഡ്രിലേറ്ററൽ ABCDയുടെ 4 ആംഗിൾസ്, എയും ബിയും സിയും ഡിയും. ഓക്കെ.